പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇടിവിൽ നിൽക്കാം, യുദ്ധനിഴലിൽ ലോകസമാധാനത്തിനായുള്ള യാചനയുമായി എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകം യുദ്ധത്തിൻ്റെ കറുത്ത നിഴലിൽ വിറകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് ദൂരെയുള്ളതോ കേവലം സാങ്കല്പികമോ ആയ ഒന്നല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ജീവനുകൾ പൊലിയുന്നു, കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു, കുഞ്ഞുങ്ങൾ ഭയത്തിൽ വളരുന്നു. നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാർ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. മറ്റൊരു പ്രഭാതം കാണാനാകുമോ എന്നറിയാതെ അവർ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കുന്നു. ഇത് ചരിത്രത്തിലെ ഒരു വെറും നിമിഷമല്ല, മനുഷ്യജീവൻ ഹോമിക്കപ്പെടുകയാണ്. ഇത്തരമൊരു സമയത്ത് നമുക്ക് നിശബ്ദരായിരിക്കാനോ നിഷ്ക്രിയരായിരിക്കാനോ കഴിയുകയില്ല. ദൈവവചനം ഇത്തരം നിമിഷങ്ങളിൽ ശക്തമായി സംസാരിക്കുന്നു. എസെക്കിയേൽ 22:30 കർത്താവ് അരുളി ചെയ്യുന്നു, മതിൽ കെട്ടേണ്ടതിനും ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിനും എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിനും ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഇന്ന് ആ ചോദ്യം വ്യക്തിപരമായി നമ്മുടെ മുന്നിലെത്തുന്നു. നാം ആ ഇടിവിൽ നിൽക്കുമോ? തകർന്ന ലോകത്തിനായി മധ്യസ്ഥത വഹിക്കാൻ നാം എഴുന്നേൽക്കുമോ? നമ്മുടെ ദൈവം വിനാശത്തിൽ ആനന്ദിക്കുന്നവനല്ല. പുറപ്പാട് 34:6 അവിടുന്ന് തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും സത്യവുമുള്ളവൻ. ഇതാണ് നാം സേവിക്കുന്ന ദൈവം. ആകാശഭൂമികളുടെ സൃഷ്ടാവ്, സകല ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ, ഓരോ കണ്ണുനീർത്തുള്ളിയും കാണുന്നവൻ, തകർന്നവരെ സൗഖ്യമാക്കുന്നവൻ. യുദ്ധം അവിടുത്തെ ആഗ്രഹമല്ല, രക്തച്ചൊരിച്ചിൽ അവിടുത്തെ ഇഷ്ടമല്ല. ഇവ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും, അഹംഭാവം, അത്യാഗ്രഹം, വിദ്വേഷം, ഭിന്നത എന്നിവയിൽ നിന്നും ഉണ്ടാകുന്നവയാണ്. എങ്കിലും ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. ജനങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം കരുണയോടെ പ്രതികരിക്കുന്നത് തിരുവെഴുത്തുകളിലുടനീളം നാം കാണുന്നു. മോശയുടെ കാലത്ത് വിശുദ്ധനായ ദൈവത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് സ്വയം വിശുദ്ധീകരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എസ്തേറിൻ്റെ കാലത്ത് ജനങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒരുമിച്ച് നിന്നപ്പോൾ ഒരു ജനത രക്ഷിക്കപ്പെട്ടു. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ അക്രമാസക്തമായ നിനവേ നഗരം പോലും മാനസാന്തരപ്പെടുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കരുണ കണ്ടെത്തി. ദൈവം ഇത് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തേക്ക് ഇന്നും അത് ചെയ്യുവാൻ കഴിയും. ഹിത്യനായ ഊരിയാവിൻ്റെ ശക്തമായ മാതൃക നമുക്ക് ഓർക്കാം. വിശ്രമിക്കാൻ എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നിട്ടും തൻ്റെ സഹപടയാളികൾ യുദ്ധക്കളത്തിൽ കഷ്ടപ്പെടുമ്പോൾ തനിക്ക് സമാധാനമായി ഇരിക്കുവാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര ഉദാത്തമായ ഐക്യദാർഢ്യമാണത്! ലോകം വേദനിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയും? മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്രമിക്കാനാകും? എല്ലാറ്റിലും ഉപരിയായി യോഹന്നാൻ 3:16 വലിയ സത്യം നാം ഓർക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹം ഏതെങ്കിലും രാജ്യമോ ജാതിയോ മതമോ ആയി പരിമിതപ്പെട്ടിട്ടില്ല. അത് ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ്. യേശു വന്നത് നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ്. അവിടുന്ന് വന്നത് വിധിക്കാനല്ല, ജീവൻ നൽകാനാണ്. ഇന്ന് അവിടുന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്കായി മധ്യസ്ഥത വഹിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഭയത്തോടെയല്ല, ക്രോധത്തോടെയല്ല, മറിച്ച് വിശ്വാസത്തോടെ പ്രതികരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. സ്വയം താഴ്ത്തുന്നവർ, ഇടിവിൽ നിൽക്കുന്നവർ. നിനവേയിലെ ജനങ്ങൾ വലിയവർ മുതൽ ചെറിയവർ വരെ ഉപവാസം പ്രഖ്യാപിച്ചതുപോലെ നാമും ദൈവം മുമ്പാകെ ഒരൊറ്റ മനുഷ്യ കുടുംബമായി ഒന്നിക്കണം.
അതുകൊണ്ട് വിനീതമായും ആത്മാർത്ഥമായും ഞാൻ ഈ ആഹ്വാനം ചെയ്യുന്നു. വരുന്ന ഞായറാഴ്ച ഒരു പ്രത്യേക ദിനമായി മാറ്റിവെക്കാം. ഓരോ സഭയും ഓരോ കുടുംബവും ഓരോ വിശ്വാസിയും ജാതി മത വർണ്ണ സഭാ വ്യത്യാസമന്യേ അന്നത്തെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഒരൊറ്റ ലക്ഷ്യത്തിനായി സമർപ്പിക്കുക: യുദ്ധം അവസാനിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും വേണ്ടി. ഇതൊരു സാധാരണ ഞായറാഴ്ചയാകരുത്. ഇത് അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഐക്യപ്രാർത്ഥനയുടെയും ദിനമാകട്ടെ. ലോകമെമ്പാടുമുള്ള ബലിപീഠങ്ങൾ ദൈവത്തോടുള്ള നിലവിളികളാൽ നിറയട്ടെ. ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും ആയുധങ്ങളെ നിശബ്ദമാക്കുവാനും രാഷ്ട്രങ്ങൾക്കിടയിൽ അനുരഞ്ജനം കൊണ്ടുവരുവാനും നമുക്ക് അവിടുത്തോട് യാചിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാവാം. ആത്മാർത്ഥതയോടെ തൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ജനതയ്ക്കായി അവിടുന്ന് കാത്തിരിക്കുകയാവാം. ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു, മനുഷ്യർ സത്യമായി ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് ഉത്തരം നൽകുന്നു, അവിടുന്ന് സമാധാനം നൽകുന്നു. നമുക്ക് വൈകിക്കരുത്, മറ്റാരെങ്കിലും ചെയ്യുമെന്ന് കരുതരുത്. ഇടിവിൽ നിൽക്കുന്നവർ നമുക്ക് തന്നെ ആകാം. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമായവൻ നമ്മെ കടാക്ഷിക്കട്ടെ. അവിടുന്ന് നമ്മുടെ നിലവിളി കേൾക്കട്ടെ, ഈ ലോകത്തെ സൗഖ്യമാക്കട്ടെ. അവിടുത്തെ സ്വർഗീയ സമാധാനം ഭൂമിയിൽ വീണ്ടും ഒഴുകട്ടെ. ആമേൻ. സമാധാനത്തിനായുള്ള യാചന. കാരുണ്യവാനായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായവനെ, നീ സകല ജീവന്റെയും സൃഷ്ടാവാകുന്നു. നീ കൃപയും വാത്സല്യമുള്ളവനും ദീർഘക്ഷമയുള്ളവനും കരുണാനിധിയുമാണ്. ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അഹംഭാവത്തോടെ അല്ല, മറിച്ച് വിനയത്തോടെയും തകർന്ന ഹൃദയത്തോടെയും വരുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്നു, യുദ്ധം നിന്റെ ഇഷ്ടമല്ല. അത് ഞങ്ങളുടെ പാപത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ജനിക്കുന്നതാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളോടും നേതാക്കളോടും ഹൃദയങ്ങളോടും ക്ഷമിക്കണമേ. നീ നിനവയുടെ നിലവിളി കേട്ടതുപോലെ, എസ്തേറിൻ്റെ ഉപവാസം മാനിച്ചതുപോലെ, മോശയുടെ നാളുകളിൽ നിന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഇപ്പോൾ ഞങ്ങളെ കേൾക്കണമേ. ഈ ലോകത്തിനായി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു. ദൈവമേ, രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമേ. യുദ്ധോപകരണങ്ങളെ നിശബ്ദമാക്കണമേ. ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ മാറ്റണമേ. അഹംഭാവത്തെ തകർത്ത് സമാധാനത്തെ ഉയർത്തണമേ. നിസ്സഹായരെ സംരക്ഷിക്കണമേ. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. മരിച്ചുയർത്ത യേശു തമ്പുരാനെ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഞങ്ങൾക്കായി മധ്യസ്ഥത വഹിക്കണമേ. നിന്റെ ക്രൂശ് വിദ്വേഷത്തെക്കാൾ ഉറക്കെ സംസാരിക്കുമാറാകണമേ. നിന്റെ പുനരുത്ഥാനം ജനതകൾക്ക് പ്രത്യാശ നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവെ, ഭൂമിയിലുടനീളം ചരിക്കണമേ. ഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തണമേ. സ്നേഹം പുനഃസ്ഥാപിക്കണമേ. മനുഷ്യരാശിയെ ഒന്നാക്കണമേ. സമാധാനം ഒരു നദി പോലെ ഒഴുകുമാറാക്കണമേ. വരുന്ന ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള നിന്റെ ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അത് ഒരു വലിയ മാറ്റത്തിൻ്റെ ദിനമായി മാറണമേ. ഞങ്ങൾ സകലതും നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ.